നമസ്കാരം. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ രാജിവെച്ചു. LDFിലെ ധാരണപ്രകാരമാണ് രാജി. ഇതോടെ മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമമായി. CPIയിലെ ശ്രീനാദേവി കുഞ്ഞന്നാമയാകും അടുത്ത പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ R. അജയ്കുമാർ, ജിജി മാത്യു, ബീന പ്രഭ, ലേഖ സുരേഷ് എന്നിവർക്കൊപ്പം പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം വിളിച്ചാണ് രാജിപ്രഖ്യാപനം നടത്തിയത്. ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സമ്മേളനം വിളിച്ചു ചേർത്തത്. അധ്യക്ഷ പദവിയിൽ നിന്നുള്ള വിരമിക്കൽ മാത്രമേ ഉള്ളൂ. 2 വർഷം കൂടി ജില്ലാ പഞ്ചായത്തിലുണ്ടല്ലോ. അതുകൊണ്ട് അതിനെ പൂർണ്ണമായ വിരമിക്കലായിട്ട് പറയാൻ കഴിയില്ല. ജില്ലാ പഞ്ചായത്തിന്റെ പൊതുവായ കാര്യങ്ങളിലെല്ലാം ഇടപെടാനുള്ള അവസരം ഇനിയുമുണ്ട്. എന്നാൽ നേതൃത്വപരമായ ഒരു പങ്കിൽ നിന്നുകൊണ്ട് കുറേയേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും പ്രധാനപ്പെട്ട ചില പദ്ധതികൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതൊന്ന് സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നത്. ഒരു 2 മാസവും ആയിട്ടുണ്ട്. ഈ ചുമതലയേറ്റതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുമായി പല സന്ദർഭങ്ങളിലും പങ്കുവയ്ക്കാനും സഹകരിക്കാനും എല്ലാമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ തന്നെ നല്ല നിലയിൽ ജനങ്ങളെ അറിയിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ഇന്ന് രാജിവെച്ച് വിരമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി പറയണം എന്ന് തീരുമാനിച്ചു. വിശദവിവരങ്ങളെല്ലാം കാണിക്കുന്ന ഒരു കുറിപ്പ് നിങ്ങളുടെ കൈവശം തന്നിട്ടുണ്ട്. ആദ്യത്തെ 1 വർഷം കോവിഡിന്റെയും പ്രളയത്തിന്റെയും ഒക്കെ കെടുതികൾ നേരിടേണ്ടി വന്നു എന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായ ഒരു വേഗത കുറയാൻ അന്നിടയായി. കാരണം കോവിഡും പ്രളയവും അതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനവും പരിഹാര പ്രവർത്തനവും ഒക്കെ ആയിരുന്നു അന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നത്. കോവിഡ് കാലത്ത് തന്നെ സജീവമായ ഇടപെടലുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ പ്രവർത്തനങ്ങളെല്ലാം പറയുമ്പോൾ മുൻകൈ പ്രവർത്തനത്തിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ സഹപ്രവർത്തകരുടെ എല്ലാം ഉള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇത് വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇപ്പൊ ഇവിടെ എന്നോടൊപ്പമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറ്റെല്ലാ അംഗങ്ങളും ഉള്ള ഒരു കൂട്ടായ ഒരു ടീം വർക്കിന്റെ ഫലമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ആകെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ കോവിഡ് കാലത്ത് തന്നെ ആദ്യമായി ഞങ്ങളുടെ അധീനതയിലുള്ള ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയത്. LDFിലെ ധാരണപ്രകാരം ആദ്യ 3 വർഷം CPMനും പിന്നീടുള്ള 2 വർഷം CPIക്കും കേരള കോൺഗ്രസ് എമ്മിനുമാണ് പ്രസിഡന്റ് സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത്. ധാരണപ്രകാരം ശങ്കരൻ കഴിഞ്ഞ മെയ് മാസത്തിൽ സ്ഥാനമൊഴിയേണ്ടിയിരുന്നതാണ്. ധാരണ പാലിക്കാത്തത് മുന്നണിയിൽ വിവാദത്തിനും കാരണമായിരുന്നു. തന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ച് ശങ്കരൻ വാർത്താ സമ്മേളനത്തിൽ വാചാലനായി. തെരുവുനായ ശല്യം മൂലം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഭീഷണിക്ക് പരിഹാരം കാണാൻ ജില്ലയുടെ ABC കേന്ദ്രം പുളിക്കീഴിൽ സ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചു. ഇപ്പോ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത് വംശവർദ്ധനവ് തടയുന്ന നായ്ക്കളുടെ വംശവർദ്ധനവ് തടയുന്ന ABC പരിപാടി എന്നുള്ളതാണ്. അപ്പോൾ ആ ABC പരിപാടിക്ക് നടത്താനുള്ള ശാസ്ത്രീയ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ല. ശാസ്ത്രീയമായ സംവിധാനം വേണമെന്നാണ്. കാരണം എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ വേണം. അതിന് ഭൂമി അന്വേഷിച്ച് നടന്ന് ഒടുവിൽ പുളിക്കീഴിലെ റവന്യൂ ഭൂമി ഞങ്ങൾക്ക് വിട്ടുകിട്ടി. ആ ഭൂമിയിലെ ഇപ്പോൾ ഏതാണ്ട് 1.5 കോടി രൂപ മുടക്കി ഒരു ആധുനിക ABC കേന്ദ്രം നിർമ്മാണം ആരംഭിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അത് ഏറ്റവും ആധുനിക രീതിയിൽ തന്നെ ഉള്ളതാണ്. ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റിന്റെ മുടങ്ങിക്കിടന്ന പണി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് ശേഷം കോൺട്രാക്ട് ഉപേക്ഷിച്ചു, ജില്ലാ പഞ്ചായത്ത് ഉപേക്ഷിച്ചു, അങ്ങനെ പോയതാണ്. ഞങ്ങൾ വന്നതിന് ശേഷം അതിന്റെ ഫയലുകളെല്ലാം വീണ്ടും നോക്കി കണ്ടുപിടിച്ച് സർക്കാരിനെ സമീപിച്ച് സർക്കാരിന്റെ അനുവാദത്തോടുകൂടി പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. പുതുക്കിയ എസ്റ്റിമേറ്റ് വന്നപ്പോഴത്തേക്ക് 8.5 കോടി രൂപ തയ്യാറാക്കി അതിന്റെ എല്ലാ ജോലികളും ആരംഭിച്ചു. ഇപ്പൊ അത് അതിന്റെ പൂർത്തീകരണത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അത് വരുന്നതോടുകൂടി ഒരു 200 ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു AC ഓഡിറ്റോറിയം അതിലുണ്ടാവും. 3 സ്ഥാപനങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ജില്ലാ പ്ലാനിംഗ് ഓഫീസ്, ടൗൺ പ്ലാനിംഗ് ഓഫീസ്, അതുപോലെ തന്നെ
എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സിന്റെ ജില്ലാ ഓഫീസ്. ഇത്രയും സ്ഥാപനങ്ങൾ അതിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ടാവും.